ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ എടുത്താലോ? അപ്പോൾ കമോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അണ്ടർ 1000 റുപ്പീസിന് അവൈലബിൾ ആയിട്ടുള്ള ടൈഗോട്ടിൻ്റെ 10 ഇഞ്ച് വലുപ്പമുള്ള റിംഗ് ലൈറ്റാണ് ഞാനിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്താലോ? ഈ കാർഡ്ബോർഡ് ബോക്സ് നമുക്ക് ആദ്യം പൊട്ടിക്കാം. ഇനി നമുക്ക് റിംഗ് സ്റ്റാൻഡ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ലൈറ്റിൻ്റെ ആക്സസറീസ് ഓൾസോ. അപ്പോൾ ഇതാണ് നമ്മൾ റിംഗ് ലൈറ്റിൻ്റെ ആക്സസറി ബോക്സ്. ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് മെല്ലെ ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ LED ലൈറ്റ്. ബാക്കിയൊക്കെ മൊബൈൽ സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻസ്ട്രക്ഷനും അവർ കൊടുത്തിട്ടില്ല. നമുക്ക് ആകെ ജസ്റ്റ് ഈ ഒരു ലൈറ്റിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് വാട്ടർ പ്രൂഫ് ആണെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ടെമ്പറേച്ചർ ലൈറ്റ്സ്, അതായത് വാം ലൈറ്റും പിന്നെ നോർമൽ വൈറ്റ് ലൈറ്റും ഉണ്ട്. ഇനി നമുക്ക് സ്റ്റാൻഡ് സെറ്റാക്കാം. ഈ ലോക്ക് സ്റ്റാൻഡിന് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. നമ്മൾ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ റിംഗ് ലൈറ്റിൻ്റെ 10 ഇഞ്ചസ് ആണ്. അപ്പോൾ 10 ഇഞ്ചസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി നല്ല ബെനിഫിഷ്യലാണ്. നമുക്ക് ഏതൊരു ഹൈറ്റിന് വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാനിവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് മൗണ്ടിങ് ത്രെഡ് എന്ന് പറയും. ഇതിവിടെ 4 ഇഞ്ച് വലുപ്പമുള്ള മൗണ്ടിങ് ത്രെഡാണ് ഈ ഒരു സ്റ്റിക്കിനുള്ളത്. അപ്പോൾ മൗണ്ടിങ് ത്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണ് വെക്കാൻ പറ്റുന്ന ഒരു സർഫസിനാണ് നമ്മൾ മൗണ്ടിങ് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൗണ്ടിങ് ത്രെഡ് സെറ്റായി. ഇനി ലൈറ്റ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ലൈറ്റ് ഇവിടെ ഇങ്ങനെ ഈ സ്ക്രൂവിൻ്റെ മുകളിൽ വെച്ചിട്ട് തിരിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് മൊബൈലിൽ വെക്കാനുള്ള സ്റ്റാൻഡിൻ്റെ പാർട്ട് സെറ്റാക്കാം. ഇതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ എടുക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കിയതാണ്. അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് എനിക്ക് സെറ്റാക്കാൻ പറ്റുന്നത്. നമ്മൾ സ്റ്റാൻഡ് ഫിക്സായി. ഇനി നമുക്കതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേബിൾ വയർ എടുത്തിട്ട് ഏതെങ്കിലും ചാർജറിൻ്റെ അഡാപ്റ്ററിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെയാണ് നമ്മൾ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസ് ഒക്കെ ഉള്ളത് കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടത്ര ഹൈറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. പക്ഷേങ്കിൽ ഇവിടെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെയിറ്റ് ഉള്ള ഫോണൊന്നും ഈ ഒരു ഹോൾഡറിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. ബാക്കി ഫീച്ചേഴ്സൊക്കെ നല്ലതാണെങ്കിലും ഈ ഒരു ഒറ്റൊരു കാര്യത്തിൽ മാത്രം ഇത് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ റിംഗ് ലൈറ്റിൻ്റെ കംപ്ലീറ്റ് ലെങ്ത് എന്ന് പറഞ്ഞത്. ആൻഡ് ഇത് ഞാൻ മൊത്തം ഫുള്ളി സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഓ ഷിറ്റ്, ഭയങ്കര ഇൻറ്റൻസിറ്റി. ഇത് നമുക്ക് കുറച്ച് ഡിക്രീസ് ചെയ്യാം. ഇതിപ്പോൾ ഫുൾ ഫേസ് നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് കുറച്ച് കുറയ്ക്കാം. മാക്സിമം എത്ര വരെ കുറയും നോക്കാം. നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടി ഒന്ന് കൂട്ടിക്കാണിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, മാറ്റാം. എന്നിട്ട് നമുക്ക് വാം ലൈറ്റ് ഇടാം. സോ വാം ലൈറ്റ് ഇങ്ങനെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വാം ലൈറ്റാണ്. അപ്പോൾ വാം ലൈറ്റും ഇവിടെ ഇപ്പോൾ നല്ല ഇൻറ്റൻസിറ്റിയിലാണ് ഉള്ളത്. അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതും ഞാൻ കുറച്ച് ഡിക്രീസ് ചെയ്യുകയാണ്. നമുക്കിവിടെ നമുക്ക് വേണ്ടത്ര ഇൻറ്റൻസിറ്റി മാത്രം കൊടുക്കാം. സോ ഇതിൻ്റെ ലൈറ്റും ഹൈറ്റും എനിക്കിഷ്ടമായി. പക്ഷേ ഫോൺ ഹോൾഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഹോപ്പ് യു ഓൾ ലൈക്ക് മൈ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഓൾസോ ചെയ്യണം. ബൈ ബൈ, ടാറ്റാ.